ശ്രദ്ധിക്കണം. ഇതിന്റെ പേര് ഞാൻ ശ്രദ്ധിച്ചോളൂ. ഒജ്ര അല്ലേ? OJ6 തരക്കേടില്ല, അടിപൊളി പേര് തന്നെയാണ്. അതവിടെ നിൽക്കട്ടെ. എന്റെ ഒരു ശത്രു പോലും വീട് വെച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷം. എന്താ കാര്യം അറിയാമോ? എനിക്ക് ചങ്ങനാശ്ശേരിയിൽ നല്ല വീടുണ്ട്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിവിടെ ഒരു വാടകക്കാരനായി താമസിച്ചപ്പോഴാണ് ഒരു വാടകക്കാരൻ അനുഭവിക്കേണ്ടി വരുന്ന വിഷമങ്ങളെ പറ്റി ഞാൻ മനസ്സിലാക്കിയത്. തിരുവനന്തപുരത്തെ നിങ്ങളിൽ തന്നെ പലരും വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള മുതലാളിമാരായിരിക്കാം. ചിലപ്പോൾ ഞാൻ പറയുന്നത് എന്തുമാത്രം ഇഷ്ടപ്പെടുന്നു എന്ന് എനിക്കറിയില്ല. തമാശയായിട്ട് മാത്രം കരുതിയാൽ മതി. തിരുവനന്തപുരത്തുകാരനായ ഒരു വാടക മുതലാളി താജ്മഹൽ കാണാൻ ചെന്നു. താജ്മഹൽ, മനോഹരമായ താജ്മഹൽ, ഷാജഹാൻ ചക്രവർത്തി തന്റെ പ്രിയതമയ്ക്ക് വേണ്ടി പണിത ആ മനോഹരമായ ലോകാത്ഭുതം കണ്ട് ചുറ്റി നടന്നിട്ട് നമ്മുടെ വാടക മുതലാളി പറഞ്ഞ എങ്ങനെയാണെന്ന് അറിയാമോ? മറ്റുള്ള ആൾക്കാർ കണ്ടതുപോലെ അല്ല അദ്ദേഹം താജ്മഹലിനെ കണ്ടത്. ഏത് കോൺട്രാക്റ്റാണ് ഇത് പണിതത്? ഇതിന്റെ മേൽഭാഗം ഇന്ന രീതിയിൽ പണിതിരുന്നെങ്കിൽ ഒരു 100-100 പേർക്ക് വാടക കൊടുക്കാറുന്നല്ല. അത് മാത്രമല്ല, യമുനാ നദി തൊട്ടടുത്ത് കിടക്കുകയല്ലേ, നല്ല വെള്ളം, പമ്പ് വെച്ച് അടിച്ചാൽ പോരെ, നല്ല എത്ര മൂട് തെങ്ങ് വയ്ക്കാം ഇവിടെ. ഇങ്ങനെയാണ് നമ്മുടെ തിരുവനന്തപുരത്തുകാരൻ വാടക മുതലാളിമാര് താജ്മഹൽ കണ്ടാൽ പോലും ചിന്തിക്കുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കും ദേഷ്യം തോന്നരുത്. നിങ്ങൾ അതിൻ്റെ ഒരു തമാശയായിട്ട് എടുത്താൽ മതി. ശ്രീ അനിൽകുമാർ ഈ അടുത്ത കാലത്ത് ഞാൻ സംസാരിച്ച ഒരു വേദിയിൽ അദ്ദേഹം സന്നിഹിതനായിരുന്നു എന്ന് പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം എന്നെ നല്ല രീതിയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുകയും ചെയ്തു. ഈ കേരളത്തിൽ 171 IAS ഉണ്ട്. ഞാൻ നിഷേധിക്കുന്നില്ല, കാരണം അതിലൊരു 160 പേരും മസിൽ പിടിക്കുന്നവർ തന്നെയാണ്. പക്ഷേ അങ്ങനെയൊന്നും മസിൽ പിടിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ ഈ ജീവിതം എന്നൊക്കെ പറയുന്നത് വളരെ താൽക്കാലികമാണ്. ഈ അധികാരങ്ങൾ പോലും, ഞാനിപ്പോൾ 36 കൊല്ലം സർവീസ് പൂർത്തിയാക്കിയ ഒരാളാണ്. ഇനി 2.5 കൊല്ലം കൂടി എനിക്കുണ്ട്. അപ്പോൾ 2.5 കൊല്ലം കൂടി കഴിഞ്ഞാൽ ഞാൻ ഒരു സാധാരണക്കാരനായിട്ട് മാറുകയാണ്. എനിക്ക് ആ ബോധ്യം സർവീസ് കയറിയ കാലം മുതലേ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിടത്തും മസിൽ പിടിക്കാറില്ല, ഞാൻ അഴിമതി കാണിക്കാറില്ല, കൈക്കൂലി വാങ്ങിക്കാറില്ല. എന്നാൽ കഴിയുന്ന സഹായം ഔദ്യോഗികമായിട്ട് അതിന് ഞാൻ ഒരു പ്രതിഫലവും വാങ്ങിക്കാറില്ല. ആ രീതിയിൽ ഒരു ഉദ്യോഗസ്ഥന് സമൂഹത്തെ സേവിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ആ ഒരു വിശ്വാസ പ്രമാണവുമായിട്ടാണ് ഞാൻ ഈ കഴിഞ്ഞ 36 കൊല്ലവും ജീവിച്ചു പോകുന്നത്. അപ്പോൾ അദ്ദേഹം വന്നിരുന്നു. കേരള കലാകായിക സാംസ്കാരിക വേദി എന്നുള്ള ഒരു സംഘടനയുടെ ആഭിമുഖ്യത്തിൽ വളരെ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥന്മാർക്കും കലാകാരന്മാർക്കും ഒക്കെ അവാർഡ് കൊടുക്കുന്ന ഒരു ചടങ്ങിൽ ഞാനാണ് എല്ലാവർക്കും അവാർഡ് കൊടുത്തത്. അങ്ങനെയാണ് ടാഗോർ തിയേറ്ററിൽ എനിക്കൊരു 10 മിനിറ്റ് മറ്റേ ഞാൻ സംസാരിച്ചുള്ളൂ. പക്ഷേ ആ 10 മിനിറ്റിടയിൽ ഞാൻ ഒരു പാട്ടൊക്കെ 1-2 പാട്ടിൻ്റെ വരികളൊക്കെ പാടി. എൻ്റെ മുമ്പിൽ ഇപ്പോൾ ഇരിക്കുന്നവരെല്ലാം മിക്കവാറും കൊച്ചുകുട്ടികളാണ്. ഞാൻ ഈ കുട്ടികളോട് ഒരു കൊച്ചു ചോദ്യം ചോദിക്കുകയാണ്, മോളെ ഇപ്പോഴത്തെ ഏറ്റവും ഹിറ്റ് പാട്ട് ഏതാണ്? സാധാരണ ഏത് കുട്ടിയോട് ചോദിച്ചാലും അവരൊരു ഹിറ്റ് പാട്ടിൻ്റെ കാര്യം പറയാറുണ്ട്. ആ പാട്ട് തന്നെയാണോ നിങ്ങളുടെ മനസ്സിലുള്ളത്? ഏതാണ് ആ പാട്ട്? എൻ്റെ കൽബിൽ. ശരിയാണ്. ഇപ്പം ആരോട് ചോദിച്ചാലും അവരാണ് പറയുക. ഞാനിപ്പോൾ സ്ഥിരം ഒരുപാട് പ്രസംഗിക്കാൻ പോകാറുണ്ട്. പ്രസംഗം ആളുകൾ എവിടെയെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ വേറൊരു വഴി എടുക്കാറുണ്ട്. എന്താ അറിയാമോ? ഞാൻ പെട്ടെന്ന് പാട്ട് പാടികളായി. ഈ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പാട്ടിൻ്റെ 4-5 വരികൾ പാടിക്കൊണ്ട് ബാക്കി ഭാഗത്തേക്ക് ഞാൻ കടക്കാം. എന്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമൊട്ടിലൂറും അത്തറൊന്നു വേണ്ടേ എന്റെ പാട്ടുകാരാ, സുൽത്താന്റെ ശേലുകാരാ. എന്നിട്ട് ആരും ഒന്നും കൈയടിക്കുന്നില്ലല്ലോ. ഞാൻ ഈ പാട്ടിന്റെ 2-3 രീതിയിലൊക്കെ ഞാൻ ഇതിന് സമാന്തര ഗാനങ്ങൾ എഴുതി കേട്ടോ. ഞാൻ ഈ ക്ലാസ്മേറ്റ് സിനിമ കണ്ടത് ഈയിടെയാണ് കേട്ടോ. സിനിമ ഇപ്പോൾ 100 ദിവസം മറ്റായി. ഈയിടെയാണ് ഞാൻ സിനിമ കണ്ടത്. ഈ ആളുകളെല്ലാം ഈ ക്ലാസ്മേറ്റ് കാണാൻ തള്ളിക്കയറുന്നത് എന്തിനാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനും പോയത്. അപ്പോൾ കുഴപ്പമില്ല, നല്ല സിനിമ, കണ്ടുകൊണ്ടിരിക്കാൻ രസമുണ്ട്. ഒരു ക്ലാസ്മേറ്റ് വേറൊരു ക്ലാസ്മേറ്റിനെ പറ്റി പറയുന്നതായിട്ട് ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടി സങ്കല്പിച്ചു നോക്കി. ഒരു പയ്യൻ, അവന് 10-20 വയസ്സുണ്ടെന്നങ്ങ് സങ്കല്പിച്ചോളൂ. അവൻ പാടുന്നതായിട്ടാണ് ഞാൻ സങ്കല്പിച്ചത്. എന്റെ ക്ലാസ്സിലെ ഫ്രണ്ട് ബെഞ്ചിലെ നല്ല കൂട്ടുകാരെ, തൊട്ടു പിന്നിൽ ഞാൻ വന്നിരുന്നത് ശില്പഭംഗിയോലും സ്ട്രക്ചറൊന്നു കാണാൻ എന്റെ കൂട്ടുകാരെ, സിമ്രാന്റെ ശേലുകാരെ. ഞാൻ വീണ്ടും ഒരു പാരഡി എഴുതി. അത് നമ്മുടെ മൊബൈൽ ടെർമിനോളജി കടമെടുത്തുകൊണ്ടാണ്. എന്റെ സെല്ലിലെ സിം കാർഡ് നീ എന്റെ കൂട്ടുകാരാ,
മിസ്ഡടിച്ചു ഞാൻ കാത്തിരുന്നത് ഇൻകമിങ്ങിലൂറും പിക്ചറൊന്നു കാണാൻ എന്റെ കൂട്ടുകാരി സിമ്രാന്റെ ശേലുകാരി. എന്റെ മുമ്പിലിരിക്കുന്നു ഒരുപാട് കുട്ടികൾ. എനിക്ക് കുട്ടികളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണെങ്കിലും ഇപ്പോഴിപ്പോൾ എനിക്ക് കുട്ടികളെ ഭയങ്കര ഭയമായി തോന്നി തുടങ്ങിയിരിക്കുക. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ ഈ കുട്ടികളെയൊക്കെ വളരെ വാത്സല്യ ചോമനിച്ചൊക്കെ വളർത്തും. പക്ഷെ അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ പുറത്തു പോയി കഴിഞ്ഞാൽ പൊതുവേദിയിൽ, പൊതുസ്ഥലങ്ങളിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെ പെരുമാറും നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ല. ഈയൊരു ഒരു അനുഭവം ഉണ്ടായി. എൻ്റെ ഓഫീസിലെ ഒരു വനിതാ ജീവനക്കാരി കൊച്ചു മോളെയും കൊണ്ട് ഓഫീസിൽ വന്നു. 4-4.5 വയസ്സ് പ്രായമേ ഉള്ളൂ. കണ്ടാൽ ആരും എടുത്ത് കൊഞ്ചിച്ചു പോകും. നല്ല ഓമനത്തുള്ള മുഖം. എൻ്റെ ഓഫീസിലെ ഒരു ജീവനക്കാരൻ ആ കുട്ടിയുടെ അടുത്ത് നിന്നിട്ട്, എന്താ മോടെ പേര്? കുട്ടി പറഞ്ഞു, പോടാ. മനസ്സിലായില്ലേ? ഇങ്ങനെ പോടാ എന്ന് പറഞ്ഞിട്ടും ആ കുട്ടിയുടെ അമ്മയ്ക്ക് പേടിയാണ് അതിനെ ശാസിക്കാൻ. മോളെ അങ്ങനെ പറയരുത്, അതൊരു അങ്കിളാണ്. കാരണം വീട്ടിൽ എന്ത് തമ്മാടിത്തരം കാണിച്ചാലും നമ്മൾ വാത്സല്യം കൊണ്ട് അതിനെ ന്യായീകരിച്ചു കൊടുക്കും. ഈ കുട്ടികൾ പുറത്തു പോയി കഴിഞ്ഞാൽ വളരെ മോശമായിട്ട് പെരുമാറുകയും ചെയ്യും. ഈയിടെ അതിലും രസകരമായ ഒരു അനുഭവം എനിക്കുണ്ടായി. ഞാനൊരു കല്യാണത്തിന് പോയി. വെഞ്ഞാറമൂട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് പോയത്. ബസ്സിലാണ് പോയത്. ഞാനിങ്ങനെ ബസ്സും കാത്ത് അവിടെ നിൽക്കുകയാണ്. കല്യാണം കഴിഞ്ഞ് തിരിച്ചു വന്ന് തിരുവനന്തപുരത്തേക്ക് വരണം. 1 മണിക്കൂർ നോക്കി നിന്നിട്ട് ഒരു ബസ് പോലും വരുന്നില്ല. എന്താ കാര്യം എന്നറിയില്ല. നിങ്ങൾക്കറിയാം, വെഞ്ഞാറമൂട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. MC റോഡാണ്. ധാരാളം ബസ്സുകൾ വരുന്ന സ്ഥലമാണ്. എന്താ കാര്യം എന്നറിയില്ല. 1 മണിക്കൂറായിട്ടും ബസ് വരുന്നില്ല. ഞങ്ങളൊരു 19 യാത്രക്കാർ ആ ബസ് സ്റ്റാൻഡിൽ നിൽപ്പുണ്ട്. ഞങ്ങളെല്ലാം അക്ഷമരായി കണ്ണും കണ്ട് നിൽക്കുകയാണ് ഒരു ബസ് വരുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഒരു ബസ്സും വരുന്നില്ല. ഞാൻ നോക്കുമ്പോൾ എൻ്റെ അടുത്തൊരു ചെറുപ്പക്കാരൻ നിൽക്കുന്നു. 10-30 വയസ്സ് പ്രായമുണ്ട്. അങ്ങേരുടെ മകൾ തൊട്ടടുത്ത് നിൽപ്പുണ്ട്. ഇതുപോലെ ഒരു 4.5 വയസ്സ് പ്രായമേ ഉള്ളൂ. നല്ല സുന്ദരി കുട്ടി. കണ്ടാൽ ആരും വാത്സല്യിച്ചു പോകും. എന്ത് ഓമനത്തുള്ള കുട്ടി. നമ്മുടെ ബേബി ഷാമിലി അതേ മുഖം തന്നെയാണ്. കുട്ടിയുടെ ഒരേ ഒരു ഡിമാൻഡ് എന്താണെന്നറിയാമോ? ഈ കുട്ടി കൂടെ അച്ഛനെ പിച്ചും നുള്ളും മാന്തും കടിക്കും. എനിക്ക് കാണാം കടിക്കുന്ന പല്ലൊക്കെ തൊലിയുടെ ഇടയിലേക്ക് ആഴ്ന്നിറങ്ങി പോകുന്നുണ്ട്. വേദന ഉണ്ടെങ്കിലും വാത്സല്യം കൊണ്ട് ഈ അച്ഛൻ അതെല്ലാം സഹിക്കുകയാണ്. മകളുടെ കടിയും പിച്ചും നുള്ളും എല്ലാം സഹിക്കുകയാണ്. മകൾക്ക് ഒരേ ഒരു ഡിമാൻഡേ ഉള്ളൂ. മകൾ പറയുന്നറിയാം, അച്ഛാ നമുക്ക് ഓട്ടോയിൽ പോകാം അച്ഛാ. എന്നാ അച്ഛൻ പറയുന്നു, മോളും മിണ്ടായിരിക്കും മോളെ, ബസ് വരും, വെറുതെ 100-150 രൂപ കളയണ്ട. പെണ്ണ് കുറേ നേരം മിണ്ടായിരിക്കും. പിന്നെ ശല്യം തുടങ്ങും. പിച്ചും കടിക്കും മാന്തും നുള്ളും. അച്ഛാ നമുക്ക് ഓട്ടോയിൽ പോകാം അച്ഛാ. അപ്പൊ അച്ഛൻ പറയുന്നത്, മോള് മിണ്ടായിരിക്കും മോളെ, ബസ് വരും, വെറുതെ 10-200 രൂപയാണ് തിരുവനന്തപുരം. മോള് മിണ്ടായി. ആൾക്കാർ കേൾക്കും. പെണ്ണ് കുറേ നേരം മിണ്ടായിരിക്കും. പിന്നെയും പിച്ചും നുള്ളും മാന്തും കടിക്കും. പെട്ടെന്ന് ഒരു ബസ് വന്നു. ഭാഗ്യം എന്ന് പറയട്ടെ, ഞങ്ങൾക്ക് ഇതുപോലൊരു സന്തോഷം ഉണ്ടാകാനില്ല. ഞങ്ങളെല്ലാവരും കൂടെ ബസ്സിലേക്ക് ഇടിച്ചു കയറി. ഈ അച്ഛനും മോളും കയറി. ഒരു ബസ് സ്റ്റാർട്ട് ചെയ്തു. ഒരു ഫർലോങ് മുമ്പോട്ട് പോയപ്പോൾ ഒരു ലോറി റോങ് സൈഡിൽ എതിരെ വരുന്നു. ഡ്രൈവർ എന്ത് ചെയ്തു? സഡൻ ബ്രേക്ക് ഇട്ടു. വളരെ വേഗത്തിൽ പോകുന്ന ഒരു വാഹനം പെട്ടെന്ന് ബ്രേക്ക് ഇട്ടാൽ എന്താ സംഭവിക്കുക? യാത്രക്കാരെല്ലാം കൂടി മുന്നോട്ടായി. ഞങ്ങളെല്ലാം മുന്നോട്ടാഞ്ഞു. കൂട്ടത്തിൽ ഈ പെൺകുട്ടിയും മുന്നോട്ടാഞ്ഞു. ഇതിന് പിടിക്കാൻ കമ്പിയൊന്നും ഇല്ലായിരുന്നില്ല, പൊക്കം കുറവല്ലേ. എന്ത് സംഭവിച്ചെന്നറിയാമോ? ഇത് മുമ്പോട്ടാഞ്ഞപ്പോ അതിന്റെ മൂക്ക് ഫ്രണ്ടിലുള്ള സീറ്റിന്റെ കമ്പിയിൽ ഇടിച്ചിട്ട് മൂക്കിന്ന് കുറെ ചോര വന്നു. ആ വേദനക്കിടയിൽ ഈ പെണ്ണ് പറയാ, ഈ പുല്ലന്റെ മോനോട് ഞാൻ അപ്പോഴേ പറഞ്ഞ ഓട്ടോ പിടിക്കാം. കാണാൻ നല്ല കുട്ടി, നല്ല ഉദ്യോഗസ്ഥന്റെ കുട്ടി. പക്ഷേ ഞാനിത് 1-2 തവണയല്ല